ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ അല്ലേ. അപ്പോൾ ഈ ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കറിയാം പി വി NRT കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന് നമ്മൾ ഈ ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ പറയുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, എന്താണ് ബോയിൽസ് ലോ, എന്താണ് ചാൾസ് ലോ, ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഓക്കെ, അപ്പൊ ബോയിൽസ് ലോ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലേ, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. പ്രഷർ പ്രപ്പോർഷണൽ ടു 1/v എഴുതാൻ പറ്റും. ഇതാണ് എന്ത് ചെയ്യുക, ബോയിൽസ് ലോ എന്ന് പറയാം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുക, പ്രഷർ പ്രപ്പോർഷണൽ ടു 1/v. ഇതിനാണ് എന്ത് പറയുക, ബോയിൽസ് ലോ എന്ന് പറയും. അപ്പൊ ഇത് നമ്മളൊന്ന് ബോക്സിൽ ഇട്ട് വെക്കാം. ഓക്കെ, ഇതാണ് ബോയിൽസ് ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ചാൾസ് ലോ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ V proportional to T അല്ലേ. the volume of a gas is proportional to temperature അല്ലേ. ടെമ്പറേച്ചറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. വോളിയം എപ്പോഴും ടെമ്പറേച്ചറിൽ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് എന്ത് ചെയ്യുക, ചാൾസ് ലോയിൽ പറയാം. എപ്പോഴാണ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിൽ കേട്ടോ, കോൺസ്റ്റന്റ് പ്രഷറിൽ എന്ത് ചെയ്യുക, വോളിയം ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ബേസിക് ആയിട്ട് അറിയാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുക, ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ നോക്കണ്ടേ. അപ്പോൾ നമ്മൾ അടുത്ത പേജിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പി വി ഈക്വൽ ടു NRT എന്നുള്ള ഇക്വേഷൻ ഉണ്ട് അല്ലേ. പി വി ഈക്വൽ ടു NRT എന്താണ്, പി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രഷറാണ്, അതുപോലെ തന്നെ വി എന്ന് പറഞ്ഞാൽ വോളിയം ആണ്, അതുപോലെ തന്നെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ 8.314 ആണ്, കെൽവിൻ ആണ്. അപ്പോൾ T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഈ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ പി വി ഈക്വൽ ടു NRT എന്നാണ് ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ. ആ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ പ്രകാരം അപ്പോൾ സപ്പോസ് ഞാനൊരു കാര്യം അസ്യൂം ചെയ്യുകയാണ്. ഇപ്പം വോളിയം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സപ്പോസ് ഇവിടെ പി വി ഈക്വൽ ടു NRT അല്ലേ. നമുക്കറിയാം R എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ N എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യാണ്, ഇവിടെ വോളിയം എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആണ്. എന്താണ്, ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷൻ എടുക്കാണ്. വോളിയം എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആണ്. അപ്പം വോളിയം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഇതെന്ത് ഒരു ഐഡിയൽ ഗ്യാസ് ആണ്. എന്താണ്, ഗ്യാസ് ഈസ് ഐഡിയൽ ആൻഡ് ലോ ഡെൻസിറ്റി ഐഡിയൽ ഗ്യാസ് ആണ് നമ്മൾ എടുത്തെന്ന് വിചാരിക്കുക. അതുപോലെ ആണ് അതൊന്ന്, അതായത് ലോ ഡെൻസിറ്റി ഐഡിയൽ ഗ്യാസ് ആണ് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വോളിയം എന്ത് ചെയ്യുക, കോൺസ്റ്റന്റ് ആണ്, വോളിയം മാറുന്നില്ല. അതായത് ഒരു ബീക്കറിൽ എടുക്കുകയാണെങ്കിൽ ബീക്കറിൽ തന്നെ ആയിട്ടുണ്ടാവും അല്ലേ, ആ വോളിയം വേറെ ഒന്നിലേക്ക് മാറ്റുന്നില്ല, അത് തന്നെയാണ് അതിന്റെ വോളിയം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആണ്, ഒരു ലോ ഡെൻസിറ്റി ആയിട്ടുള്ള ഐഡിയൽ ഗ്യാസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ് അല്ലേ, വി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ, പി പ്രപ്പോർഷണൽ ടു ടി. ക്ലിയർ ആണല്ലോ. പ്രഷർ എപ്പോഴും എന്ത് ചെയ്യുക, ടെമ്പറേച്ചറിൽ പ്രപ്പോർഷണൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റില്ലോ. അതാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫിന്റെ കണ്ടോ, ഇവിടെ പ്രഷറും ഇവിടെ ടെമ്പറേച്ചറും. ഓക്കെ, ഇവിടെ ഗ്രാഫിന്റെ ഒറിജിൻ 0. ഓക്കെ, ഇവിടെ താഴെ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ടല്ലോ -273.15. കണ്ടോ, ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ ഡിഗ്രി സെൽഷ്യസ് കേട്ടോ, ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ എന്തെന്ന് പറയാം. അപ്പൊ സപ്പോസ് പ്രഷറും ടെമ്പറേച്ചറിന്റെ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഗ്യാസസ് ആണല്ലോ. ഈ ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രഷറിന്റെ ടെമ്പറേച്ചറിന്റെ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ എന്ത് ചെയ്യുക, ഈ എക്സ് ആക്സിസിലേക്ക് എന്ത് ചെയ്യുക, ഈ എൻഡിലേക്ക് എന്ത് ചെയ്യുക, ഗ്രാഫ് ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഇവിടെ. ഇങ്ങനെ ഈ എൻഡിലേക്കാണ് ഇങ്ങനെ വരുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ആ ഷേപ്പ് ഇങ്ങനെ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതായത് ഇതെന്താ കാര്യം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സപ്പോസ് ഇതെന്താ, സത്യത്തിൽ ഇതെന്താ പറയുക, അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയാം. എന്താണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയാം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലിക്വിഡിന് മാക്സിമം എന്ത് ചെയ്യുക, കൂൾ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ. എന്താണ്, ഒരു ലിക്വിഡിന് ഒരു മാക്സിമം കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏത് ടെമ്പറേച്ചർ വരെ എന്താ പോകാൻ പറ്റും, മാക്സിമം ഒരു ലിക്വിഡിനെ കൂൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഗ്യാസിനെ കൂൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്ത് ചെയ്യുക, ടെമ്പറേച്ചറിന് എന്താ പറയുക, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയാം. അതുവരെ മാത്രം എന്ത് ചെയ്യുക, അതിന് കൂൾ ചെയ്യാൻ പറ്റില്ല. അതിന്റെ താഴോട്ട് എന്ത് ചെയ്യുക, അതിനെ കൂൾ ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, അപ്പം ആ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ നമുക്ക് എന്താ നോക്കാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ഗ്യാസ് എടുത്ത് ആ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുക, കൂൾ ചെയ്യാണ്. ആ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഏത് വരെ നമുക്ക് കൂൾ ചെയ്യാൻ പറ്റുള്ളൂ, -273.15 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ എന്ത് ചെയ്യുക, കൂൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ,
Okay, gas is cooled to its lowest possible temperature. അല്ലെ പോസിബിൾ ആയിട്ടുള്ള ലോവസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയാം അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അതെന്ന് പറയുന്നത് -273.115 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്ലിയർ ആണല്ലോ. ഈ -273.15 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ ആണ്. എന്താണ് -273 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 0 ആണ്. ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഫാരൻഹീറ്റ് സ്കെയിലിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -459.67 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അല്ലെ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ എന്താ ഇപ്പം പറഞ്ഞത്, ഡിഗ്രി സെൽഷ്യസിലുള്ള സ്കെയിൽ -273.15 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചർ എന്നത് 0 ഡിഗ്രി ആണ്. ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ ഫാരൻഹീറ്റ് ലെവലാകുമ്പോൾ -459.67 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിരിക്കും. ഓക്കെ, ഈ -457.67 എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. എവിടെ കേട്ടിട്ടുണ്ടായിന്? ഓക്കെ, നമ്മളിവിടെ കേട്ടിട്ടുണ്ടല്ലോ. എന്താ ഇവിടെ? ഓക്കെ, അപ്പൊ ആ കാര്യം എന്താ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ 0 കെൽവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ടെമ്പറേച്ചർ ആണ് ഫാരൻഹീറ്റ് സ്കെയിലിൽ ടെമ്പറേച്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുക -459.67 ഡിഗ്രി ഫാരൻഹീറ്റ് അറിയാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി സ്കെയിലിൽ ടെമ്പറേച്ചർ ആണ് -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഗ്രാഫ് എങ്ങനെയാണ് ഷേപ്പ് വന്നത് കാര്യങ്ങൾ പറയുന്നത്. ഇതൊരു ലീനിയർ ഗ്രാഫ് തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ലീനിയർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ലീനിയർ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ പ്രഷർ അതായത് പ്രഷർ അവിടെ എന്ത് ചെയ്യുക, പ്രഷർ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. പ്രഷർ പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണെന്ന് പറയാൻ പറ്റും. പ്രഷറും ഒക്കെ എന്ത് ചെയ്യുക, ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും നമ്മളെ ഗ്രാഫ് വരയ്ക്കാം. പ്രഷറും ടെമ്പറേച്ചർ നമ്മൾ ഗ്രാഫ് വരയ്ക്കാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യുക, ടെമ്പറേച്ചറും കൂടും അല്ലേ. ഓക്കെ, പിന്നെ പ്രഷർ കുറഞ്ഞിട്ട് ഒരു 0-ലെത്തും. അത് 0-നെ വേണ്ടി താഴെ പ്രഷർ 0 ആകുമ്പോൾ, അതായത് ഈ ഒരു പോയിന്റിലൊക്കെ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, പ്രഷർ 0 ആണെന്ന് പറയാലോ. ഓക്കെ, പ്രഷർ 0 ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക, അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, ഒരു ഗിവൺ വാല്യൂ ഉണ്ടല്ലോ. അപ്പൊ പ്രഷർ ഇവിടെ 0 ആണോ അല്ലെങ്കിൽ ലോ ആകുമ്പോഴും അവിടെ ടെമ്പറേച്ചർ എത്ര ആവും, -273.15 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റിൽ നമ്മൾ എന്താ പറയുക, -273.15 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 0 കെൽവിൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാൻ പറ്റുക, -459.67 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ. അപ്പൊ 3 കാര്യങ്ങൾ എന്ത് ചെയ്യാം എന്ന് പറയാൻ പറ്റൂലേ. അപ്പൊ ഈ ഗ്രാഫിന് ഷേപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ ഗ്രാഫിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പറയുന്നത് കേട്ടോ അതില്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, അറ്റ് ദിസ് പോയിന്റ് മോളിക്യൂൾസ് ഓഫ് ഗ്യാസസ് ഹാവ് മാക്സിമം കൈനറ്റിക് എനർജി. അപ്പൊ ഈ -273.15 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള പോയിന്റിലാണ് എന്ത് ചെയ്യുക, ഈ ഗ്യാസ് മോളിക്യൂൾ മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുക. ക്ലിയർ ആണ്. മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവുന്ന ആ ഒരു ഉണ്ടാവുന്ന -273.15 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ 0 കെൽവിനിലാണ് എന്ത് ചെയ്യുക, അതിന് എന്ത് ചെയ്യുക, മാക്സിമം ആയിട്ടുള്ള കൈനറ്റിക് എനർജി ഉണ്ടാവും. ഗ്യാസ് മോളിക്യൂൾ മാക്സിമം കൈനറ്റിക് എനർജി ഉണ്ടാവും. ഓക്കെ, അപ്പൊ പ്രഷർ നമുക്ക് എന്ത് ചെയ്യുക, 0 ആയിരിക്കും. അത് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു പോയിന്റിലാണ് പ്രഷർ 0 ആകുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുക, നമുക്ക് ടെമ്പറേച്ചർ -273.15 ഡിഗ്രി സെൽഷ്യസ് കിട്ടുന്നത്. ക്ലിയർ ആണ്. ആ കാര്യം പറഞ്ഞത്. അങ്ങനെയാണ് നോ ഫർദർ കൂളിംഗ് ഈസ് പോസിബിൾ. അപ്പൊ ആ ഒരു -273.15 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യുക, ഒരു കൂളിംഗ് എന്ത് ചെയ്യുക, പോസിബിൾ അല്ല. ക്ലിയർ ആണല്ലോ. അതാണ് ഇതിലൂടെ പറയുന്നത്. ഇപ്പൊ ഈ ഗ്രാഫ് പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണല്ലോ. നമ്മൾ എന്ത് ചെയ്യുക, ബാക്കി ഭാഗത്തേക്ക് പോകണല്ലോ. ഓക്കെ, അപ്പൊ തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഒന്നും കൂടി പറയാം. അപ്പൊ തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ് എന്ന കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സപ്പോസ് നമുക്കറിയാൻ പറ്റും, ഇപ്പൊ ചൂടുള്ള സമയം അല്ലേ. ഇപ്പൊ ചൂട് സമയത്ത് ശ്രദ്ധിക്കുക. അപ്പം എപ്പോഴും അതൊന്നും അങ്ങനെ ഇല്ലെങ്കിലും ഇങ്ങനെ പറയാം. അപ്പൊ നമ്മൾ റെയിൽവേ പാളങ്ങളില്ലേ, റെയിൽവേ പാളങ്ങൾ എന്ത് ചെയ്യുക, ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ട് കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇപ്പൊ ഫിഗർ അവിടെ 1 കൊടുത്ത മാതിരി ഒരു ഗ്യാപ്പ് കണ്ടോ. ആ ഗ്യാപ്പ് അങ്ങനെ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എന്ത് ചെയ്യാം, ചൂട് കൂടുമ്പോൾ എല്ലാ വസ്തുക്കളുടെ സ്വഭാവമാണ് എന്ത് ചെയ്യുക, വികസിക്കുക എന്നുള്ളത്. എന്താണ് വികസിക്കുക, അതായത് എക്സ്പാൻഡ് ചെയ്യുക. ഈ എക്സ്പാൻഡുള്ള പ്രവണത ഉണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ച് മെറ്റലിലും കാര്യങ്ങളൊക്കെ, മെറ്റലാണെങ്കിലും ഏത് വസ്തുവാണ് എന്ത് ചെയ്യുക, ഈ ചൂട് കൂടുന്ന സമയത്ത് തന്നെ എക്സ്പാൻഡ് ചെയ്യും അല്ലെ. ലെങ്തോ ബ്രെഡത്തോ അല്ലെങ്കിൽ ഹൈറ്റിനോ എന്ത് ചെയ്യുക, ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഈ എക്സ്പാൻഷൻ സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നേരെയുള്ള സാധനമൊക്കെ ചിലപ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. നല്ല ബലമുള്ള സാധനം എന്ത് ചെയ്യുക, വികസിച്ച് കഴിഞ്ഞാൽ ബെൻഡ് ആയി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ബെൻഡ് ആയി പോകാതിരിക്കാൻ ഈ റെയിൽവേ ട്രാക്കിന്റെ ഇടയിലേക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. കാരണം റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ എന്താണെന്ന് വെച്ചാൽ വേറെ മരങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് നല്ല ചൂടായിരിക്കും. ആ നല്ല ചൂടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നേരെ കംപ്ലീറ്റ് ലോങ് പോകുന്നതല്ലേ റെയിൽവേ പാളല്ലേ. അപ്പൊ ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടു കൊടുക്കും. കാരണം ഈ തെർമലി എക്സ്പാൻഡ് ആയിട്ട് ലെങ്ത് എന്ത് ചെയ്യുക, വലുതാവും. അപ്പൊ സപ്പോസ് ഇതിന്റെ ലെങ്ത് ആദ്യം ഇങ്ങനെയാണെങ്കിൽ
ചൂട് കൂടിക്കഴിഞ്ഞാൽ വെയിലടിക്കുക സണ്ണലടിക്കുക ചൂട് കൂടിക്കഴിഞ്ഞാൽ അത് ലെങ്ത് എക്സ്പാൻഡ് ആയിട്ട് എന്ത് ചെയ്യുക കുറച്ചും കൂടി വലുതാവും. ക്ലിയർ ആണല്ലോ? അത് എക്സ്പാൻഷൻ സംഭവിക്കും. അപ്പൊ അതേപോലെ ഈ ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക അത് ബെൻഡ് ആയിരിക്കും. ബെൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള റെയിൽവേ പാളങ്ങളിൽ ഒരു ക്രാക്ക് ഇടുന്നത് അല്ലെ ചെറിയ ക്രാക്ക് ഇടുന്നത്. ഓക്കെ, അപ്പം അത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. Okay, the increase in dimensions of a body due to the increase in temperature is called thermal expansion. Okay, ഞാൻ പറയാം. A solid material is heated, become expanded, therefore the three type of absorption. Okay, ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഈ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ബോഡി ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അത് ഒന്നുമില്ല, അതായത് ഡയമെൻഷൻ മാറുക. അതായത് നമ്മൾ സ്ട്രെയിൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ ആണ് സ്ട്രെയിൻ എന്ന് പറയാം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ഡയമെൻഷൻസിന് ചേഞ്ച് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാവുകയാണ്. ഏതെങ്കിലും ഒരു ലെങ്ത്തിനോ ബ്രെഡത്തിനോ ഹൈറ്റിനോ എന്തിനാണെന്ന് അറിയില്ല ആ ഒരു ക്വാണ്ടിറ്റിക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവുക. അതാണ് ശരിക്കും എക്സ്പാൻഷനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ വെള്ളം നമ്മൾ ചൂടായി കഴിഞ്ഞാൽ എക്സ്പാൻഷൻ സംഭവിച്ചിട്ട് എന്ത് ചെയ്യുക കുറച്ച് വേപ്പറായി മാറിപ്പോകും. ക്ലിയർ ആണല്ലോ? അതേമാതിരി തന്നെ നമുക്ക് ഇതേമാതിരി ഈ മെറ്റൽസിലൊക്കെ ആണെങ്കിൽ ചൂട് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഇങ്ങനെ നമ്മൾ വികസിച്ചിട്ട് എന്ത് ചെയ്യുക പൊട്ടി ബെൻഡ് ആവാൻ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഒരു കാര്യമാണ് ഗ്യാപ്സ് ആർ ലെഫ്റ്റ് ബിറ്റ്വീൻ ദ റെയിൽസ് ബൈ ലേയിങ് എ റെയിൽവേ ട്രാക്ക്. ആ റെയിൽവേ ട്രാക്കിൽ ഗ്യാപ്പ് ഇടാനുള്ള കാരണം എന്ത് ചെയ്യുക ഡ്യൂ ടു തെർമൽ എക്സ്പാൻഷൻ. എക്സാമ്പിൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മളിപ്പോൾ അതുപോലെ ഗ്യാപ്സ് ആർ ലെഫ്റ്റ് ഇൻ ബിറ്റ്വീൻ ടു ജോയിന്റ്സ് ഒക്കെ കോൺക്രീറ്റ് പിടിക്കും. അപ്പോൾ കോൺക്രീറ്റ് പിടിച്ചില്ല, പാലങ്ങളിൽ നിർമ്മികൾ ശ്രദ്ധിച്ചില്ല, എന്തിനാണ് ഗ്യാപ്പ് ഇട്ട് നിങ്ങൾ ഭാഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ശ്രദ്ധിച്ചില്ല ഈ പാലങ്ങളിലൊക്കെ വലിയ വലിയ പാലങ്ങളൊക്കെ ആകുമ്പോൾ ലോങ് പാലങ്ങളൊക്കെ ഒരു ഗ്യാപ്പ് ഇടും. ആ ഗ്യാപ്പിൽ എന്ത് ചെയ്യും കാരണം എന്താ തെർമൽ എക്സ്പാൻഷനാണ്. കാരണം എന്ത് ചെയ്യുക അങ്ങനെ ഫുള്ള് ഒരേമാതിരി ഫ്ലാറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക വെയിറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക അല്ലെങ്കിൽ ചൂട് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുക നല്ല എക്സ്പാൻഷൻ സംഭവിക്കും. എക്സ്പാൻഷൻ പാലം എന്ത് ചെയ്യുക ബ്രോക്കൺ ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ പാലത്തിലൂടെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ അടുത്തേക്ക് പോവാണ്. ഓക്കെ, അപ്പം ഇനി 3 ടൈപ്പ് എക്സ്പാൻഷനെ കുറിച്ച് പറയാനുണ്ട് അല്ലേ. തെർമൽ എക്സ്പാൻഷൻ 3 ടൈപ്പ് ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള 3 ടൈപ്പാണ്. ഒന്ന് ലീനിയർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ലെങ്ത്തിന്റെ എക്സ്പാൻഷൻ എന്ന് പറയും. ഓക്കെ, ലെങ്ത്തിന്റെ എക്സ്പാൻഷൻ പറയുന്നതാണ്. ഓക്കെ, ലെങ്ത്തിന്റെ എക്സ്പാൻഷൻ അഥവാ ലീനിയർ എക്സ്പാൻഷൻ അതാണ് ഫസ്റ്റ് പഠിക്കാനുള്ളത്. പിന്നെ സർഫസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഏരിയൽ എക്സ്പാൻഷൻ. സർഫസ് എക്സ്പാൻഷൻ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ അതിന് നമ്മൾ ഏരിയൽ എന്ന് പറയും കേട്ടോ. ഏരിയൽ എക്സ്പാൻഷൻ എന്ന് പറയും. ഏരിയൽ എക്സ്പാൻഷൻ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്താണ് എന്ത് ചെയ്യുക വോളിയം എക്സ്പാൻഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ക്യൂബിക്കൽ എക്സ്പാൻഷൻ. വോളിയം എക്സ്പാൻഷൻ അല്ലെങ്കിൽ ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയും. അപ്പോൾ ഈ 3 എക്സ്പാൻഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് അതിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ലീനിയർ എക്സ്പാൻഷൻ എന്നുള്ളൊരു കേസാണ് ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് സപ്പോസ് ഇവിടെ ഒരു ബോഡി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലീനിയർ എന്താ ലെങ്ത്തിന് ഉണ്ടാകുന്ന ചേഞ്ച് ആണ്. എന്താണ് ചേഞ്ചസ് ഇൻ ലെങ്ത്. എന്താണ് ചേഞ്ചസ് ഇൻ ലെങ്ത്. ചേഞ്ചസ് ഇൻ ലെങ്ത് ലെങ്ത്തിന് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് എന്ത് ചെയ്യുക ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുക. അപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുക ഒരു ബോഡി ഉണ്ട് അല്ലേ, ഒരു ലോങ് ബോഡി ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോഡി ഇതുവരെയാണ് ലെങ്ത് ഉള്ളത്. ആ ബോഡി ഇതാണ് അതിൻ്റെ ലെങ്ത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ ലെങ്ത്. അപ്പോൾ ആ ഒരു ബോഡിക്ക് ഞാൻ എന്ത് ചെയ്യുക ഹീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന് വേറെ കളർ കൊണ്ട് ഇതാണ് ലെങ്ത്. ഓക്കെ, നമ്മൾ ഹീറ്റ് കൊടുത്തു, ഡെൽറ്റ ടി ഹീറ്റ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യുക ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാവുമല്ലോ. ഓക്കെ, ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത് ചെയ്യുക ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയാം. ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ സ്ട്രെയിനിനെ പറയുന്നത് ഇവിടെ ടെമ്പറേച്ചർ അല്ല കൊടുക്കുന്നത്. ഈ ചാപ്റ്റർ പേരെന്താ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള അല്ലേ. ഇവിടെ തെർമൽ ടെമ്പറേച്ചർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഹീറ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എന്താണ് സ്ട്രെയിനെ പറയുന്നത് തെർമൽ സ്ട്രെയിൻ. എന്താണ് തെർമൽ സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത തെർമൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് തെർമൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താ ചേഞ്ച് ഇൻ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത്. ക്ലിയർ ആണല്ലോ? ഇതിനാണ് എന്ത് ചെയ്യുക തെർമൽ സ്ട്രെയിൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുമല്ലോ ടെമ്പറേച്ചർ കൊടുത്തപ്പോഴാണ് അതിന് ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഡെൽറ്റ എൽ ബൈ എൽ പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എഴുതി കൂടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എഴുതാൻ പറ്റുമല്ലോ. അതായത് ടെമ്പറേച്ചർ കൊടുത്തപ്പോഴാണ് ലെങ്ത്തിന് ചേഞ്ച് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറും ലെങ്ത്തും എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, ടെമ്പറേച്ചറും അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറും അതുപോലെ ചേഞ്ച് ഇൻ ലെങ്ത്തും എന്ത് ചെയ്യുക നമുക്കിവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺസ്റ്റന്റിനെ കൊണ്ടുവരികയാണ്. ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു അത് നമ്മൾ ആൽഫ എൽ എന്നാ പറയാം. എന്താണ് ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ? ഈ ആൽഫ എല്ലിനെ പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. എന്താണ്
അപ്പോൾ ആൽഫ എൽ നമ്മൾ എടുക്കാം. ആൽഫ എൽ ഈസ് ഈക്വൽ ടു ആൽഫ എൽ ഈസ് ഈക്വൽ ടു എഴുതാൻ പറ്റും ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ആൽഫ എൽ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ഓക്കെ, ഇതിനെന്താ പറയുക, കോയിഫിഷ്യൻ്റ് ഓഫ് എന്താ പറയുക, കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയാം, നമ്മളെന്താ പറയുക, ലീനിയർ എക്സ്പാൻഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറയാം അല്ലേ. അതിന് ആൽഫ എൽ എന്നാണ് പറയാം. അങ്ങനെയാണ് നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ പറഞ്ഞ ഏരിയൽ എക്സ്പാൻഷൻ. അപ്പോൾ ഏരിയക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആണ് അല്ലേ. സപ്പോസ് ഇവിടെ ഒരു നമ്മൾ കണ്ടല്ലോ, ഒരു ഏരിയ കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒരു സപ്പോസ് ഇതാണ് അതിൻ്റെ ഏരിയ എന്ന് വിചാരിക്കാം. ഇതാണ് അതിന് ആദ്യം ഉണ്ടായിരുന്ന ഏരിയ. ഓക്കെ, ഏരിയ എ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിന് നമ്മൾ ഹീറ്റ് കൊടുത്തു, നമ്മൾ ഡെൽറ്റ ടി കൊടുത്തു, ടെമ്പറേച്ചർ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യുക, ഏരിയ എന്ത് ചെയ്യുക, വലുതായി. അങ്ങനെ ഉണ്ടാവുന്ന എക്സ്പാൻഷൻ എന്ത് ചെയ്യുക, ഏരിയൽ എക്സ്പാൻഷൻ. എന്താണ്, ചേഞ്ച് ഇൻ ഏരിയ. ചേഞ്ച് ഇൻ ഏരിയനെ പറയുന്ന പേരാണ് ഏരിയൽ എക്സ്പാൻഷൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഇവിടെ തെർമൽ സ്ട്രെയിൻ എഴുതി കൂടെ. തെർമൽ സ്ട്രെയിൻ എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ എഴുതി കൂടെ. ഓക്കെ, ടെമ്പറേച്ചർ കൊടുത്തപ്പോഴാണ് ഏരിയ ചേഞ്ച് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏരിയ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഏരിയൽ സ്ട്രെയിൻ അങ്ങനെ കാര്യം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എഴുതുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, നേരത്തെ പറഞ്ഞ മാതിരി എഴുതാൻ പറ്റുന്നത് ചേഞ്ചിങ് ഇങ്ങനെ എഴുതിക്കൂടെ, ചേഞ്ച് ഇൻ ഏരിയ ടു ദ ഒറിജിനൽ ഏരിയ പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എഴുതിക്കൂടെ, എഴുതാൻ പറ്റില്ലോ. ക്ലിയർ ആണോ. അപ്പോൾ ടെമ്പറേച്ചർ കൊടുത്തുന്ന ഏരിയക്കിൻ്റെ എക്സ്പാൻഷൻ ഉണ്ടാവാം. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റിനോട് കൊണ്ടുവരാം. അപ്പോൾ ഡെൽറ്റ എ ബൈ എ ഈക്വൽ ടു ഡെൽറ്റ എ ബൈ ബൈ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആണ് കൊണ്ടുവരുന്നത്, ആൽഫ എ ഇൻറ്റു ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ. അതിന് ആൽഫ എ കാണല്ലോ. ആൽഫ എ ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. ഇതിനെ പറയുന്നത് എന്ത് ചെയ്യുക, കോയിഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ. എന്താണ്, കോയിഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യം എഴുതാം അല്ലേ. ആൽഫ എന്ന കോയിഫിഷ്യൻ്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വേറെ തന്നെ അടുത്തേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വോളിയം എക്സ്പാൻഷൻ പറയാൻ പറ്റും. ഇവിടെ നമ്മൾ ഇതേമാതിരി നമ്മൾ എന്താ ടെമ്പറേച്ചർ കൊടുക്കുക അല്ലേ. ആ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്താ, നേരത്തെ ഉണ്ടായ വോളിയം ആണ് വി, ആ വോളിയം ചേഞ്ച് ചെയ്തിട്ടു പിന്നെ എന്ത് ചെയ്യുക, ഈ ഒരു വോളിയത്തിലേക്ക് എത്തി അല്ലേ, കുറച്ചും കൂടി വലുതായി, എക്സ്പാൻഷൻ സംഭവിച്ചു. അപ്പോൾ അതിന് നമ്മൾ എഴുതാൻ പറ്റുമല്ലോ നേരത്തെ ഇതേമാതിരി സിമിലർലി അങ്ങനെ ഡെൽറ്റ വി ബൈ വി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഒരു കോയിഫിഷ്യൻ്റ് കൊണ്ടുവരാം. ഓക്കെ, ഡെൽറ്റ വി ബൈ വി ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുക, ആൽഫ വി ഇൻറ്റു ഡെൽറ്റ ടി. ആൽഫ വി എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ വി ഡെൽറ്റ ടി. ഇതിനെ പറയുന്ന പേരാണ് കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. എന്താണ്, വോളിയം എക്സ്പാൻഷൻ. കോയിഫിഷ്യൻ്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക, 3 ടൈപ്പ് ഓഫ് അല്ലേ. അപ്പോൾ നമ്മൾ ലീനിയർ പറഞ്ഞു, ഏരിയ പറഞ്ഞു, വോളിയം പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ഭാഗത്തേക്ക് പോകണം അല്ലേ. അപ്പോൾ ഈ ജസ്റ്റ് കാര്യങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അത്ര ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളല്ല, എന്നാലും ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ചില മെറ്റീരിയലിന്റെ ലീനിയർ എക്സ്പാൻഷൻ കോയിഫിഷ്യന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അലുമിനിയത്തിന്റെ ലീനിയർ എക്സ്പാൻഷൻ, അതായത് ആൽഫ ആൽഫ എൽ, ലീനിയർ എക്സ്പാൻഷൻ കോയിഫിഷ്യന്റ് ആൽഫ എൽ എന്നല്ല റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അത് അലുമിനിയം 2.5 ആണ്, ബ്രാസിന് 1.8 ആണ്, അയണിന് 1.2 ആണ്, അങ്ങനെ കോപ്പറിനുണ്ട് 1.7. ആ വാല്യൂസ് നമ്മൾ ആ ടേബിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതാണ് ജസ്റ്റ് വാല്യൂ എന്നുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, വോളിയം എക്സ്പാൻഷനെ കുറിച്ച് പറയാണ്. അതിനെക്കുറിച്ച് ആദ്യം പറയാം. ഇപ്പം ഈ വാല്യൂ ഓഫ് കോയിഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷന്റെ കൊടുത്ത്, അപ്പൊ നമ്മുടെ വോളിയം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ വി ആണ് അല്ലേ. ഓക്കെ, ആൽഫ വി ആണ്. അപ്പൊ അതിന്റെ വാല്യൂസ് ഉണ്ട്. അലുമിനിയത്തിന്റെ 7 × 10⁻⁵ ആണ്, പിന്നെ ബ്രാസിന്റെ 6 × 10⁻⁵ ആണ്. അപ്പൊ അങ്ങനെ ഓരോ വാല്യൂസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം. പിന്നെ നമ്മൾ പറയാനുള്ളത് ഈ വോളിയം എക്സ്പാൻഷന്റെ അതുപോലെ ടെമ്പറേച്ചറും ബേസുള്ള ഗ്രാഫാണ്. അപ്പോൾ ചില മെറ്റലിന്റെ കോയിഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഓഫ് കോപ്പർ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഈ കോയിഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ, അതായത് ആൽഫ വിയും അതുപോലെ തന്നെ ടെമ്പറേച്ചറും തമ്മിലുള്ള ചില മെറ്റലിന്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, കണ്ടില്ലേ, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് അതിന്റെ ഷേപ്പ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാം
ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം എന്ത് ചെയ്യുക, അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.